ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുക. ഇപ്പോൾ എബവ് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും ടഫ് ക്വസ്റ്റ്യൻസ്, എബവ് ആവറേജ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പ്രോബബിലിറ്റി, വെക്റ്റർ, 3 ഡയമെൻഷണൽ ജോമെട്രി എന്നീ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ എബവ് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ തയ്യാറാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ π/6 to π/3 1/1 + √tan x dx. അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനുമാണ്. സോ ഇത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി ലെറ്റ് I = ഗിവൺ ഇൻ്റഗ്രൽ എടുത്തെഴുതുക. I = ഇൻ്റഗ്രൽ π/6 to π/3 dx/1 + √tan x, അതിനെ √sin x √cos x എന്ന് എഴുതാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ √cos x ഇവിടെ വരും, ഹോൾ ഡിവൈഡഡ് ബൈ √cos x വരും. അത് ന്യൂമറേറ്ററിൽ പോകും. സോ ഇൻ്റഗ്രൽ അതുപോലെ എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഒന്ന് √cos x എവിടെ എഴുതണം? മേളിൽ √cos x ഈ √cos x + √sin x dx. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നൗ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിച്ചത്. ഇൻ്റഗ്രൽ 0 to a f(x) dx = ഇൻ്റഗ്രൽ 0 to a f(a - x) അപ്പർ ലിമിറ്റ് -x. അതിൻ്റെ ജനറൽ റിസൾട്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻ്റഗ്രൽ a to b f(x) dx = ഇൻ്റഗ്രൽ a to b f of ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് -x എന്ന് എഴുതാം. ഇൻ്റഗ്രൽ a to b f of a + b - x എന്ന് എഴുതാം. ഈ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 0 to a എന്ന ഫോമിൽ അല്ലല്ലോ. അപ്പോൾ ഈ ജനറൽ കേസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ π/6 to π/3 √ എന്താണ്? cos എക്സിൻ്റെ പ്ലേസിൽ എന്ത് വരണം? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് -x π/6 + π/3 - x ഹോൾ ഡിവൈഡഡ് ബൈ √ ഇവിടെയും cos എക്സിൻ്റെ പ്ലേസിൽ ആ വാല്യൂ കൊടുക്കുക, സൈൻ എക്സിൻ്റെ പ്ലേസിൽ ആ വാല്യൂ കൊടുക്കുക. നെക്സ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? π/6 എന്ന് പറഞ്ഞാൽ 180/6, ദാറ്റ് ഈസ് എന്താണ്? 30. ഇതെന്താണ്? 60. 30 + 60 90 എന്നാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 90. cos 90 - θ, ദാറ്റ് ഈസ് sin θ. അപ്പോൾ cos 90 - x എങ്ങനെ എഴുതാം? sin x. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? √sin x √ ഇവിടെയും അതുപോലെ sin x പ്ലസ് ഹിയർ അഗെയിൻ sin 90 - x cos x. അപ്പോൾ എന്ത് കിട്ടും? √cos x. ഈ കിട്ടിയത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ I + I എന്ത് കിട്ടും? 2i. രണ്ട് ഇൻ്റഗ്രലും കോമൺ ആണ് അല്ലേ? അത് കോമൺ ആയിട്ട് ഞാൻ എഴുതുക. ഇൻ്റഗ്രൽ π/6 to π/3 ഡിനോമിനേറ്റർ ഇത് തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്, അതുപോലെ എഴുതുക. √sin x + √cos x. ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ഇത് പ്ലസ് ഇത്, അതായത് √sin x + √cos x അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? ഇവ തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ഇൻ്റഗ്രൽ π/6 to π/3 ജസ്റ്റ് dx. ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് എന്താണ്? x. നെക്സ്റ്റ് ലിമിറ്റ് കൊടുക്കുക π/6 to π/3. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന് ആദ്യം π/3 മൈനസ് എക്സിന് എന്ത് കൊടുക്കുക? π/6. ഇത് 60 ഡിഗ്രിയാണ് കേട്ടോ. ഇത് എത്രയാണ്? 30. 60ൽ നിന്ന് 30 കുറച്ചാൽ 30. 30 എന്ന് പറഞ്ഞാൽ π/6. ഇവിടെ വെച്ച് നിർത്തിക്കളയരുത്. ഈ കിട്ടിയത് 2i ആണ്. അപ്പോൾ I = എന്ത് വരും? π/12 വിച്ച് ഈസ് ദ വാല്യൂ വി ഹാവ് ടു ഫൈൻഡ്. ഓക്കെ, ഒരു സ്പെഷ്യൽ കേസ് ക്വസ്റ്റ്യൻ ആണ്. ജനറൽ കേസാണ് അപ്ലൈ ചെയ്യുന്നത്. നിർബന്ധമായും പഠിച്ചിട്ട് പോവുക. ഈ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, if integral f(x/tan x dx = log modulus of tan x + c, then f(x) is dash. നമ്മൾ ടൈപ്പ് 3 എന്ന് പഠിച്ചിട്ടുണ്ട്. താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ എന്താണ്?
ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ ലോഗ് മോഡുലസ് ഓഫ് ടാൻ എക്സ് എന്ന് വരണമെങ്കിൽ താഴെ ഇരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് വേണം മേളിൽ വരാൻ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 6 സ്ക്വയർ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? 6 സ്ക്വയർ എക്സ് ആയിരിക്കണം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6 സ്ക്വയർ എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യൽ കേസ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ 1/x ഇൻറ്റു എക്സ് റൈസ് ടു 7 + 1 dx. ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോസിബിൾ അല്ല, സിംപ്ലിഫിക്കേഷനും പോസിബിൾ അല്ല. എങ്ങനെ ചെയ്യും? ഇവിടെ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന ഫംഗ്ഷനിൽ എന്താണുള്ളത്? എക്സ് റൈസ് ടു 7. അപ്പോൾ ഈ ഔട്ട് സൈഡും എക്സ് റൈസ് ടു 7 കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം? മേളിൽ ഒരു എക്സ് റൈസ് ടു 6 മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും ഒരു എക്സ് റൈസ് ടു 6 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 7 കിട്ടും. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? എക്സ് റൈസ് ടു 6, താഴെയും എക്സ് റൈസ് ടു 6 ഇൻറ്റു എക്സ്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് റൈസ് ടു 7. പിന്നെ ഈ ടേം അതുപോലെ എഴുതുക. എന്നിട്ട് പുട്ട് എക്സ് റൈസ് ടു 7 ഈക്വൽ ടു യു കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ n ഇൻറ്റു എക്സ് റൈസ് ടു n - 1. അപ്പോൾ 7 ഇൻറ്റു എക്സ് റൈസ് ടു 6 dx ഈക്വൽ ടു du. എക്സ് റൈസ് ടു 6 dx എന്ന് പറഞ്ഞാൽ du/7 ഈക്വൽ ടു ഇവിടെ എക്സ് റൈസ് ടു 6 dx അതിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? du/7 ഹോൾ ഡിവൈഡ് ബൈ താഴെ എക്സ് റൈസ് ടു 7 എന്ന് പറഞ്ഞാൽ u ഇൻറ്റു ഇതെന്ത് കിട്ടും? u+1. ഇവിടെ 1/7 കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. പിന്നെ എന്താ വരുന്നത്? 1/u ഇൻറ്റു u+1. ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് വന്നു, അത് സം ഓഫ് ഫാക്ടർ ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് അപ്ലൈ ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. സോ അകത്തിരിക്കുന്ന ഫംഗ്ഷൻ മാത്രം എടുത്തെഴുതുക. 1/u ഇൻറ്റു u+1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് a ബൈ ഫസ്റ്റ് ഫാക്ടർ u പ്ലസ് b ബൈ അനദർ കോൺസ്റ്റന്റ് ബൈ സെക്കൻഡ് ഫാക്ടർ u+1. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ u ഇൻറ്റു u+1 കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്താൽ 1 ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ u ക്യാൻസൽ ചെയ്താൽ a ഇൻറ്റു u+1 പ്ലസ് ഇവിടെയും u ഇൻറ്റു u+1 മൾട്ടിപ്ലൈ ചെയ്യണം. u+1 ക്യാൻസൽ ചെയ്താൽ bu എന്ന് വരും. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വാല്യൂസ് ഓഫ് a ആൻഡ് b. ഫോർ ദാറ്റ് പുട്ട് u ഈക്വൽ ടു 0 ഇൻ ദിസ് ഇക്വേഷൻ. യുവിന് 0 കൊടുക്കുമ്പോൾ ഇത് 0, ഇവിടെ 0 + 1 1 ഇൻറ്റു a ഈക്വൽ ടു എന്ത് കിട്ടും? 1. അടുത്ത് u+1. അപ്പോൾ ഇവിടെ ഇത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യുവിന് എന്ത് കൊടുക്കുക? -1 കൊടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 1 ഈക്വൽ ടു ഇത് 0 ആയിപ്പോയി. ഇവിടെ എന്ത് വരും? -1 ഇൻറ്റു b. 1 ഈക്വൽ ടു -b എന്ന് വരും. അതായത് b ഈക്വൽ ടു എന്ത് കിട്ടും? -1. ഇനി നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. ഇന്റഗ്രൽ 1/x ഇൻറ്റു എക്സ് റൈസ് ടു 7 + 1 dx വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇവൻ ഈക്വൽ ആണ് 1/7 ഇന്റഗ്രൽ 1/7 ഇത് ഇനി പുറത്തെടുത്തു 1/u ഇൻറ്റു u+1. അതിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? ഈ വാല്യൂ. അപ്പോൾ a/u, a എന്ന് പറഞ്ഞാൽ 1/u പ്ലസ് b/u+1, b എന്ന് പറഞ്ഞാൽ -1/u+1. പിന്നെ എന്തുണ്ട്? ഈ du അതുപോലെ എഴുതുക. നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ 1/x log x ആണ്. അപ്പോൾ ഈ 1/7 അതുപോലെ 1/uന്റെ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് u. അടുത്ത പ്ലസും മൈനസും മൈനസ് 1/u+1 ലോഗ് മോഡുലസ് ഓഫ് u+1. യുവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക. u എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റൈസ് ടു 7. സോ 1/7 ലോഗ് മോഡുലസ് ഓഫ് എക്സ് റൈസ് ടു 7 മൈനസ് ലോഗ് മോഡുലസ് ഓഫ് എക്സ് റൈസ് ടു 7 + 1 പ്ലസ് c. ഓക്കെ, ഒരു സ്പെഷ്യൽ കേസ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ഇന്റഗ്രൽ dx ബൈ ex പ്ലസ് e റൈസ് ടു x പ്ലസ് e റൈസ് ടു -x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഇന്റഗ്രൽ dx ബൈ e റൈസ് ടു x പ്ലസ് e റൈസ് ടു -x നെ 1/e റൈസ് ടു x എന്ന് എഴുതാം. പിന്നെ ഹോൾ സ്ക്വയർ അതുപോലെ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e റൈസ് ടു x ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/e റൈസ് ടു x. പിന്നെ ഹോൾ സ്ക്വയർ അത് മറന്നു പോകരുത്. ഇനി ഇത് ഹോൾ സ്ക്വയർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോൾ e റൈസ് ടു x ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് e റൈസ് ടു 2x എന്ന് എഴുതാം അല്ലേ? e റൈസ് ടു x ദ ഹോൾ സ്ക്വയർ, e റൈസ് ടു 2x. ഇവിടെ വരുന്നത് എവിടെ എഴുതുന്നു? ന്യൂമറേറ്ററിൽ എഴുതുന്നു. ഈ താഴെ ഇരിക്കുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മേളിൽ പോകും. e റൈസ് ടു 2x ബൈ e റൈസ് ടു x ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ e റൈസ് ടു 2x പ്ലസ് 1. എന്നിട്ട് എന്തുണ്ട്? ഹോൾ സ്ക്വയർ. അത് മറന്നു പോകരുത്. എന്നിട്ട് ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. e റൈസ് ടു 2x പ്ലസ് 1 ഈക്വൽ ടു u. ഇത് രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. e റൈസ് ടു 2x ഡെറിവേറ്റീവ് അത് തന്നെ ഇൻറ്റു 2x ഡെറിവേറ്റീവ് 2 dx ഈക്വൽ ടു എന്താണ്? du. ഇനി നേരെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e റൈസ് ടു 2x dx അതിന്റെ പ്ലേസിൽ എന്ത് വരും? e റൈസ് ടു 2x dx ഈക്വൽ ടു du/2 എന്ന് വരും. സോ അതാണ് du/2 ബൈ ഡിനോമിനേറ്ററിൽ ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന u ആണല്ലോ. സോ u² എന്ന് കിട്ടും. ഈ 1/2 പുറത്തെടുക്കുക. ഇന്റഗ്രൽ 1/u² du 1/2 അതുപോലെ ഇന്റഗ്രൽ 1/x² ഫോർമുല -1/x. അപ്പോൾ എന്ത് വരും? 1/u² ഇന്റഗ്രൽ -1/u പ്ലസ് c
-1/2 ഇൻറ്റു യുവിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക പ്ലസ് സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Integral 0 to pi x sin x by 1 plus cos square x dx. ഇതും ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു 50% ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of a minus x dx എന്ന പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സ്ഥിരം ചോദിക്കുന്നത് റൂട്ട് സൈൻ എക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് ഓൾറെഡി നമ്മുടെ മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് മോർ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 0 to pi/4 log 1 plus tan x നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലും റിവിഷൻ ക്ലാസ്സിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം പ്രോബ്ലംസ് കൂടെ പ്രാക്ടീസ് ചെയ്യുക. മോർ ദാൻ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ. സോ ലെറ്റ് ഐ ഈക്വൽ ടു ഗിവൺ ഇന്റഗ്രൽ എഴുതുക. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to pi എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ പൈ മൈനസ് എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ പൈ മൈനസ് എക്സ്. ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi പൈ മൈനസ് എക്സ് അതുപോലെ സൈൻ പൈ മൈനസ് എക്സ് സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ, അപ്പോൾ ഇത് സൈൻ എക്സ് എന്ന് വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് പൈ മൈനസ് എക്സ്, അത് മൈനസ് കോസ് എക്സ് എന്നാണ് വരുന്നത്. പക്ഷെ സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എക്സ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഈ കിട്ടിയത് ഇക്വേഷൻ നമ്പർ 2. ഗിവൺ ഇന്റഗ്രൽ ഇക്വേഷൻ നമ്പർ 1. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. 1 plus 2 ഇംപ്ലൈസ്, നിങ്ങൾക്കറിയാം ഐയും ആഡ് ചെയ്ത് 2i ഈക്വൽ ടു രണ്ടിടത്തും ഇന്റഗ്രൽ സെയിം ആണ്. അതുപോലെ എഴുതുക 0 to pi. ഇവിടെ ഡിനോമിനേറ്റർ 1 പ്ലസ് കോസ് സ്ക്വയർ, ഇവിടെയും 1 പ്ലസ് കോസ് സ്ക്വയർ. അതുപോലെ ഇനി എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. ഇത് പ്ലസ് ഇത്, ഇവിടെ എക്സ് സൈൻ എക്സ്, ഇവിടെ എന്താണ്? മൈനസ് എക്സ് സൈൻ എക്സ്, അത് ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ എന്തുണ്ട്? ഒരു പൈ ഇൻറ്റു സൈൻ എക്സ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പൈ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ എക്സ്, ആഡ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ റിമൈനിങ് ടേം പൈ ഇൻറ്റു സൈൻ എക്സ്. ആ പൈ നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട് സൈഡ് എടുക്കുന്നു. ദെൻ ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ചെയ്യാൻ വേണ്ടി ഈ കോസ് എക്സിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു. ഇവിടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. ഇത് എക്സിന്റെ ലിമിറ്റ് ആണ് 0 to pi. നമ്മൾ കംപ്ലീറ്റ് യുവിലോട്ട് മാറ്റുമ്പോൾ ലിമിറ്റും യുവിലോട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടത്തെ ലോവർ ലിമിറ്റ് എക്സ് 0 ആണ് അല്ലേ? അപ്പോൾ എക്സ് 0 ആകുമ്പോൾ യുവിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. എക്സ് 0 കൊടുത്താൽ യു ഈക്വൽ ടു കോസ് 0. കോസ് 0 എന്താണ്? 1. അടുത്ത അപ്പർ ലിമിറ്റ് എക്സ് പൈ ആണ്. അപ്പോൾ എക്സ് പൈ ആകുമ്പോൾ യുവിന്റെ വാല്യൂ കാണാൻ ഇവിടെ കൊടുക്കുക. യു ഈക്വൽ ടു കോസ് പൈ. കോസ് 180 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ -1 എന്ന് കിട്ടും. അപ്പോൾ പുതിയ ലിമിറ്റ് 0 to പൈക്ക് പകരം എന്ത് കൊടുക്കണം? 1 to -1. സോ 2i ഈക്വൽ ടു ഈ പൈ ഞാൻ ഇനി പുറത്തെടുത്തു. ഇന്റഗ്രൽ 1 to -1. നെക്സ്റ്റ് ന്യൂമറേറ്ററിൽ സൈൻ എക്സ് ഡി എക്സ്. എന്താണ് സൈൻ എക്സ് ഡി എക്സ്? മൈനസ് ഡി യു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ, കോസ് എക്സ് യു ആണ്, അപ്പോൾ യു സ്ക്വയർ എന്ന് വരും. ഈ മൈനസ് ഇനി പുറത്തെടുത്താൽ പുറത്തെന്ത് കിട്ടും? മൈനസ് പൈ. ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതെന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് യു. ദെൻ മൈനസ് പൈ ഔട്ട് സൈഡ് ഇട്ടിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് -1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1. ലിമിറ്റ് കൊടുക്കാൻ അറിയാമല്ലോ. നെക്സ്റ്റ് മൈനസ് പൈ ഇൻറ്റു ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. -45 എന്ന് കിട്ടും. -π/4. ഇതിൻ്റെ വാല്യൂ ഈ മൈനസ് അതുപോലെ ടാൻ ഇൻവേഴ്സ് 1 π/4. രണ്ടും കൂടെ കൂട്ടിയാൽ -π/2 എന്ന് വരും. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് π²/2. ഇത് -π/2 ഇൻറ്റു -π ദാറ്റ് ഈസ് π²/2. ഇത് 2i ആണ്. അപ്പോൾ i ഈക്വൽ ടു എന്ത് കിട്ടും? π²/4. ഒരു സ്പെഷ്യൽ കേസ് ക്വസ്റ്റ്യൻ എഴുതി പഠിക്കുക. നെക്സ്റ്റ് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ, ട്രിഗണോമെട്രി ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ സൈൻ എക്സ് മൈനസ് എ ഡി എക്സ്. ഇവിടെ ഓർത്തിരിക്കുക, ഇതും പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പഠിക്കുക അത്രമാത്രം. സോ ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, ഈ അഡ്ജസ്റ്റ്മെന്റ് ഓർത്തിരുന്നാൽ ബാക്കി കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് നടക്കും. അപ്പോൾ ഇന്റഗ്രൽ ഈ സൈൻ എക്സിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? എക്സ് മൈനസ് എ പ്ലസ് എ. എന്തുകൊണ്ട്? ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് എ ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിലും എക്സിന്റെ പ്ലേസിൽ എക്സ് മൈനസ് എ വരണം. അങ്ങനെ വെറുതെ എക്സ് മൈനസ് എ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എക്സിന് പകരം എക്സ് അതുപോലെ എഴുതി, ഒരു മൈനസ് എ കൊടുത്തു, ഒരു എ ആഡ് ചെയ്തു, എ സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു. വിലയ്ക്ക് പ്രശ്നമുണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. എന്നിട്ട് ഇന്റഗ്രൽ സൈൻ ഈ എക്സ് മൈനസ് എ എന്ന് വിചാരിക്കുക. ഈ സ്മോൾ ലെറ്റർ എ ബി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഏത് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായി? സൈൻ എ പ്ലസ് ബി.
സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അറിയണം ട്രിഗണോമെട്രി ഫോർമുല. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ആദ്യം മനസ്സിലാക്കുക. ഈ എക്സ് മൈനസ് എയുടെ ടേമിൽ ഇവിടെ എഴുതുക. ഏതോ ഒരു പക്ഷം സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് എന്ന് ചോദിച്ചു എങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്തായിരിക്കും? എക്സ് പ്ലസ് എ മൈനസ് എ എന്ന് എഴുതുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇവിടെ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എക്സ് മൈനസ് എ പ്ലസ് എ ബൈ ഇത്. ഇവിടെ സൈൻ ഇത് എ എന്ന് എടുക്കുക, ഇത് ബി എന്ന് എടുക്കുക. സൈൻ എ പ്ലസ് ബി എന്താണ് ഫോർമുല? സൈൻ എ കോസ് ബി. അപ്പോൾ സൈൻ എക്സ് മൈനസ് എ ഇൻറ്റു കോസ് ബി, ബി എന്ന് പറഞ്ഞാൽ എ, പ്ലസ് കോസ് എ സൈൻ ബി. കോസ് എ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ, സൈൻ ബി എന്ന് പറഞ്ഞാൽ എ, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേം അതുപോലെ. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യുക. ഇത് ബൈ ഇത് പ്ലസ് ഈ ടേം ബൈ ഈ ടേം. ഇത് ബൈ ഇതെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ എന്തിട്ട് കോസ് എ ബൈ 1 വെറും കോസ് എന്ന് എഴുതിയാൽ മതി. പ്ലസ് അടുത്ത ഇത് ബൈ ഇത് എഴുതുമ്പോൾ ഈ സൈനെ ഞാൻ ആദ്യം എഴുതി കോസ് എക്സ് മൈനസ് എ ബൈ എന്താണ്? സൈൻ എക്സ് മൈനസ് എ. ഇനി ഇത് ഇന്റഗ്രേഷൻ ചെയ്യണം. ആദ്യം ഇന്റഗ്രൽ കോസ് എ ഡി എക്സ്. കോസ് എ കോൺസ്റ്റന്റ് ആണല്ലോ, പുറത്തെടുക്കുക. ഇന്റഗ്രൽ 1 ഡി എക്സ് എന്താണ്? എക്സ്. അപ്പോൾ ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രൽ എന്ത് കിട്ടും? കോസ് എ ഇൻറ്റു എക്സ് പ്ലസ് ഇതിന്റെ ഇന്റഗ്രൽ സൈൻ എ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇനി ഇതിന്റെ ഇന്റഗ്രൽ കോസ് എക്സ് മൈനസ് എ ബൈ സൈൻ എക്സ് മൈനസ് എ. താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലേ മേളിൽ? സൈൻ എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് എ. എങ്കിൽ ഇന്റഗ്രൽ എന്തായിരിക്കും? ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്നത് ലോഗ് മോഡുലസ് ഓഫ് സൈൻ എക്സ് മൈനസ് എ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിക്കോ, കോസ് എ മാറ്റി വെച്ചു, ഇന്റഗ്രൽ 1 ഡി എക്സ് അതാണ് എക്സ് പ്ലസ് ഈ സൈൻ എ കോൺസ്റ്റന്റ് പുറത്തെടുത്തു, താഴെ ഇരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നുകൊണ്ട് ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ സൈൻ എക്സ് മൈനസ് എ പ്ലസ് സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് ഇന്റഗ്രൽ 0 to pi എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇതും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ് ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 0 to pi എക്സിന്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, അപ്പോൾ പൈ മൈനസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ. ഇവിടെയും എന്ത് വരും? എക്സിന്റെ പ്ലേസിൽ എന്താ വരുന്നത്? പൈ മൈനസ് എക്സ്. സോ എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എന്താണ് വരുന്നത്? കംപ്ലീറ്റ് നമ്മൾ എന്താണ് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് എക്സ് ന്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? പൈ മൈനസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സിന്റെ പ്ലേസിൽ എന്ത് വരും? പൈ മൈനസ് എക്സ്. സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതി. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക. 2y ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi അല്ലേ? ഇന്റഗ്രൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ സെയിം ആണ്, അതുപോലെ എഴുതി. അടുത്തെന്താണ്? ഈ സാധനം ഡിനോമിനേറ്ററിൽ രണ്ട് സ്ഥലത്തും 1 പ്ലസ് സൈൻ എക്സ്. ഇനി മേളത്ത് ആഡ് ചെയ്യുക. ഇത് പ്ലസ് ഇത് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ ജസ്റ്റ് പൈ വരും. ഇന്റഗ്രൽ 0 to pi പൈ ബൈ 1 പ്ലസ് സൈൻ എക്സ്. പൈ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുക. നെക്സ്റ്റ് ഇന്റഗ്രൽ 1 ബൈ 1 പ്ലസ് സൈൻ എക്സ്. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1 മൈനസ് സൈൻ എക്സ് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. മേളിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതുപോലെ എഴുതി, താഴെ എന്താണ്? 1 മൈനസ് സൈൻ എക്സ് മൾട്ടിപ്ലൈ ചെയ്തു. ഇതും കൂടെ ആകുമ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇന്റഗ്രൽ 0 to pi 1 മൈനസ് സൈൻ എക്സ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ്. ഇനി ഇന്റഗ്രൽ 0 to pi ഇത് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ എക്സ് മൈനസ് അടുത്ത സൈൻ ബൈ കോസിന് എങ്ങനെ കോസ് സ്ക്വയർ എങ്ങനെ എഴുതാം? സൈൻ ബൈ കോസ് ദറ്റ് ഈസ് ടാൻ എക്സ്. 1 ബൈ കോസ് അതിനെ എന്താ എഴുതാം? സീക്ക് എക്സ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് സൈൻ എക്സ് ബൈ കോസ് എക്സ് അത് ടാൻ എക്സ്, പിന്നെയുള്ള 1 ബൈ കോസ് എക്സിനെ സീക്ക് എക്സ് എന്ന് എഴുതാം. 2i ഈക്വൽ ടു ഈ പൈ അതുപോലെ ഇന്റഗ്രൽ സി സ്ക്വയർ എക്സ് ദറ്റ് ഈസ് ടാൻ എക്സ് മൈനസ് ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ദറ്റ് ഈസ് സീക്ക് എക്സ്. ലിമിറ്റ് വാരീസ് ഫ്രം 0 to pi. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. പൈ കൊടുക്കുമ്പോൾ ടാൻ പൈ മൈനസ് സീക്ക് പൈ മൈനസ് അടുത്ത് 0 കൊടുക്കുക. ടാൻ 0 മൈനസ് സീക്ക് 0. 2i ഈക്വൽ ടു പൈ ഇൻറ്റു ടാൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. സീക്ക് പൈയുടെ വാല്യൂ -1 ആണ്. മൈനസും ഈ മൈനസും കൂടെ എന്ത് കിട്ടും? +1. അടുത്ത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ടാൻ 0 0, സീക്ക് 0 1 ആണ്. ഈ മൈനസ് തൊട്ട് -1. ആ മൈനസും ഈ മൈനസും കൂടെ +1. ഒരുപാട് പ്ലസും മൈനസും ഒക്കെ വരുന്നുണ്ട്, മിസ്റ്റേക്ക് വരാതെ ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 2 പൈ. 2i ഈക്വൽ ടു 2 പൈ. രണ്ട് ക്യാൻസൽ ചെയ്താൽ i ഈക്വൽ ടു എന്ത് കിട്ടും? പൈ എന്ന് കിട്ടും. നെക്സ്റ്റ് വ്യത്യസ്തമായ മറ്റൊരു ക്വസ്റ്റ്യൻ. Show that integral 0 to pi by 2 sin square x dx equal to integral 0 to pi by 2 cos square x dx. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ഡെഫിനിറ്റ് ഇന്റഗ്രൽ വാല്യൂ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ്. അതെങ്ങനെയാണോ പ്രൂവ് ചെയ്യുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഇതിന്റെ വാല്യൂ കണ്ടെത്തുക. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ ഉറപ്പായിട്ട് സാധ്യതയൊന്നുമില്ല, ചിലപ്പോൾ ചോദിക്കാം, അത്രമാത്രം.
അപ്പോൾ നമുക്ക് ലെറ്റ് I ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 sin സ്ക്വയർ എക്സ് എന്ന് എഴുതാം. നമ്മുടെ പ്രോപ്പർട്ടി അത് വെച്ചുള്ള കളിയാണ്. ഇൻ്റഗ്രൽ 0 to a f of x ആണെങ്കിൽ 0 to a f of a minus x, എക്സിൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 sin സ്ക്വയർ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? π/2 മൈനസ് എക്സ്. That is equal to integral 0 to π/2 sin 90 minus theta cos theta. അപ്പോൾ sin സ്ക്വയർ π/2 മൈനസ് എക്സ് എങ്ങനെ എഴുതാം? cos സ്ക്വയർ എക്സ് ഡി എക്സ്. ആദ്യത്തെ പാർട്ടായില്ലേ ഇൻ്റഗ്രൽ 0 to π/2 sin സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 cos സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിക്കാൻ പാടില്ല, സമചിത്തതയോടുകൂടി ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് I ഈക്വൽ ടു ഇത് ഇവാലുവേറ്റ് ചെയ്യണമല്ലോ, അതിനുവേണ്ടി ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. I ഈക്വൽ ടു ഇത് അതുപോലെ എഴുതി, അത് ഇക്വേഷൻ നമ്പർ 1. വീണ്ടും I ഈക്വൽ ടു ഇതും I ആണല്ലോ, ഇൻ്റഗ്രൽ 0 to π/2 cos സ്ക്വയർ എക്സ്. അപ്പോൾ I ഈക്വൽ ടു ഇതെഴുതി, I ഈക്വൽ ടു ഇതും എഴുതി. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ഐയും ആഡ് ചെയ്താൽ 2i. ഇതും ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ രണ്ടിലും ഇൻ്റഗ്രൽ കോമൺ ആണ്. ഇൻ്റഗ്രൽ 0 to π/2 അതുപോലെ എഴുതി, അകത്തിരിക്കുന്ന ഫംഗ്ഷൻ ആഡ് ചെയ്യുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പിന്നെ ഡി എക്സ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1. ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എക്സ് ഡി എക്സ് അല്ലെ, ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ലിമിറ്റ് വേരീസ് ഫ്രം 0 to π/2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ π/2 എന്ന് കിട്ടും. 2i ഈക്വൽ ടു π/2. അപ്പോൾ I എന്താണ്? π/4. നെക്സ്റ്റ് ഫൈൻഡ് ഇൻ്റഗ്രൽ log x the whole square dx. ബൈ പാർട്സ് റൂൾ, പ്രോഡക്റ്റ് റൂൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. ലോഗരിതമിക് ഫംഗ്ഷൻ വരികയാണെങ്കിൽ അതെന്തായിട്ട് എടുക്കണം? ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കണം. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഒരു റൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ I ലേറ്റ് എന്ന റൂളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ കണ്ടെത്തിയ പുതിയ മെത്തേഡ് ലിപ്പ് റൂൾ അല്ലെ. ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടാൽ എന്താണ് ലിപ്പ് എന്ന് മനസ്സിലാകും. നമ്മുടെ പ്രോഡക്റ്റ് ഫോമിൽ ലോഗരിതമിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക. ഇൻവേഴ്സ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട്, അത് എഴുതുക. ദെൻ എന്ത് ചെയ്യുക? പോളിനോമിയൽ എഴുതുക. ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇവിടെ log x the whole square അതിനെ എങ്ങനെ എഴുതണം? log x the whole square into 1 ലോഗരിതമായി ദെൻ പോളിനോമിയൽ എഴുതി into 1 എന്ന് എഴുതിയാലേ ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സ്പെഷ്യൽ കേസ് ആണ്. സോ പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ 1 dx that is x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഇത് എക്സ് എന്ന് വിചാരിച്ചാൽ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 into എക്സ് എന്ന് അസ്യൂം ചെയ്ത് log x അതുപോലെ എഴുതി. ഇൻറ്റു എക്സ് എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. log x-ന്റെ ഡെറിവേറ്റീവ് 1/x. log x the whole square അതിന്റെ ഡെറിവേറ്റീവ് ഇത് എക്സ് എന്ന് അസ്യൂം ചെയ്താൽ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 into എക്സിന്റെ പ്ലേസിൽ log x അവന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു ഈ രണ്ടാമതിരിക്കുന്ന ഫംഗ്ഷൻ അത് അതുപോലെ എഴുതുക എക്സ്. ഇനി എന്താണ്? ഇത് അതുപോലെ എഴുതി മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് 2 പുറത്തെടുത്തു. പിന്നെ ജസ്റ്റ് ഇന്റഗ്രൽ log x അതിനെ വീണ്ടും ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി log x into 1 എന്ന് എഴുതുക. സോ ഇത് അതുപോലെ എഴുതി മൈനസ് 2 into log x into 1 വീണ്ടും ബൈ പാർട്സ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രൽ ഓഫ് 1 എന്ന് പറയുന്നത് എക്സ് മൈനസ് ഇന്റഗ്രൽ ഈ log x-ന്റെ ഡെറിവേറ്റീവ് 1/x. ഈ ഇരിക്കുന്നത് അതുപോലെ എഴുതുക. സോ ഇത് അതുപോലെ എഴുതി ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് 2x log x. ഈ മൈനസ് 2 മൈനസ് ഇവിടെ പ്ലസ് 2. ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്താൽ ഇന്റഗ്രൽ 1 dx ദാറ്റ് ഈസ് എക്സ് എന്ന് കിട്ടും പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. If integral f of x dx equal to log modulus of x square plus 1 plus c, then f of x is dash. അല്ലേ, ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ലോഗ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. നമുക്കൊരു ഫോർമുല അറിയാം, ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് വന്നാൽ ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഈ എഫ് ഓഫ് എക്സിന്റെ ഡിനോമിനേറ്റർ എന്ത് വരണം? എക്സ് സ്ക്വയർ പ്ലസ് 1. എങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്ന എഴുതിക്കൂടെ? ടൈപ്പ് 3 ഇന്റഗ്രൽ താഴെ ഇരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. അപ്പോൾ മേളിലിരിക്കുന്ന എന്തായിരിക്കണം? ഇവന്റെ ഡെറിവേറ്റീവ്, അതായത് 2x അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. അതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 dx ഈക്വൽ ടു എന്താണ്? താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്ന ലോഗ് മോഡുലസ് ഓഫ് ഇത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ലോഗ് മോഡുലസ് ഓഫ് ഇതാണ് ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എങ്കിൽ അകത്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യാം? ഡിഫറൻസിയേഷൻ ചെയ്തും കണ്ടെത്താം കേട്ടോ. രണ്ട് സൈഡും എന്താണ്? മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
അതായത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് അല്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ലോഗ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഒന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമോ അതായിരിക്കും എഫ് ഓഫ് എക്സ്. 1/x² + 1 അതിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ഉണ്ട്, അപ്പോൾ 2x/x² + 1 അങ്ങനെയും ചിന്തിക്കാം, എങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ മതി. സോ ഇത്രയുമാണ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അനന്തമായ സാഗരം പോലെയാണ്. അതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എന്തും എക്സാമിനറിന് ചോദിക്കാം. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. തീർച്ചയായും ഷോർട്ട് ക്വസ്റ്റ്യൻസ് കണ്ടു പഠിക്കുക. അതിൽ നിന്ന് ചോദിക്കാനാണ് 90% സാധ്യത. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ തീർച്ചയായും ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 9 മാർക്കാണ്. ഈ 9 മാർക്കും സ്കോർ ചെയ്യാൻ ഇത്രയും പ്രോബ്ലംസ് എഴുതി പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററിൻ്റെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.